Dear children, welcome to Kids Area Online. Kids Area Online-ൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിന് ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വൈകുന്നേരങ്ങളിൽ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും അവൈലബിൾ ആണ്. ലൈവായിട്ട് ക്ലാസ് ഉണ്ടാകും, അതിൻ്റെ തന്നെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അതുപോലെ LKG UKG ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺ നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവിടെ സ്പെഷ്യൽ കോഴ്സസ് ആണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ആണ്. ഏത് ക്ലാസ് ആണോ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യം, ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്റഗ്രേഷൻ ഡേ 1 2018-2019 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1ാം ദിവസം 2018 ഇന്റഗ്രേഷൻ 1ാം ദിവസം നടന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ പ്രവർത്തനം 1 എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1 വരുന്നത് വിവരണം എഴുതാം. വാഴേ വാഴേ ചങ്ങാതി, വാ വാ ഞങ്ങളുടെ ചങ്ങാതി, ഞങ്ങൾക്കുണ്ണാൻ തൂഷനില, ദോശ തിന്നാൻ കീറ്റനില, ചക്കര പൊതിയാൻ കരിയിലയും തരുന്ന നല്ലൊരു ചങ്ങാതി, വെറ്റില പൊതിയാൻ മുത്തശ്ശിക്ക് വാഴപ്പോള കൊടുക്കും നീ, കറി വയ്ക്കാനായി വാഴക്കായും വാഴപ്പിണ്ടിയും തന്നിടും, വാഴത്തേനും വാഴപ്പഴവും തരുന്ന നല്ലൊരു ചങ്ങാതി. അപ്പൊ ഇതൊരു കവിതയാണ്. ഈ കവിതയിൽ നിന്ന് വിവരണം എഴുതുക. വാഴയെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ? വാഴയെക്കുറിച്ച് ഒരു ലഘു വിവരണം എഴുതുക എന്നുള്ളതാണ് 1ാമത്തെ ചോദ്യം. ചുരുങ്ങിയത് 5 വാക്യങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ വിവരണം എഴുതാനായിട്ട് നിങ്ങൾക്കറിയാലോ, വാഴയെക്കുറിച്ചാണ് ഇവിടെ വിവരണം എഴുതാനായിട്ടുള്ളത്. എങ്ങനെ നമുക്ക് എഴുതാം? വാഴയെക്കുറിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ വാഴ, വാഴ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? എഴുതാം അല്ലേ? വാഴ. അതുപോലെ തന്നെ ഞങ്ങൾ പലതരക്കാരുണ്ട്. എന്തൊക്കെയുണ്ട്? ഏത്തൻ, ഞാലിപ്പൂവൻ, പാളയംകോടൻ, റോബസ്റ്റ, പൂവൻ, കദളി എന്നിങ്ങനെ ഞങ്ങൾ പലതരമുണ്ട്. സദ്യ വിളമ്പാനും അട ചുടാനും വാഴയില വേണം. കുടയില്ലാത്തവർ മഴയത്ത് എന്താ വാഴയില ചൂടുന്ന കണ്ടിട്ടില്ലേ? ഇതെല്ലാം ചേർത്ത് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? 5 വാക്യങ്ങൾ മതി കേട്ടോ. ആദ്യം നമുക്ക് എന്തെഴുതാം? ഞങ്ങൾ പല തരക്കാരുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വാഴ, വാഴയാണ് സംസാരിക്കുന്നത്. അപ്പോൾ വാഴ എന്തെഴുതും? 1ാമത് എഴുതാം. എന്താ? വിവരണം എഴുതുക. ഞാൻ എന്താണ്? ഞാൻ വാഴ, ഞാൻ വാഴയാണ്. ഞങ്ങൾ പല തരക്കാരുണ്ട്. ഞങ്ങൾ എന്താ? പല തരക്കാരുണ്ട്. ഞങ്ങൾ പല തരക്കാരുണ്ട്. തരക്കാരുണ്ട് ആരൊക്കെയാണ്? ഏത്തൻ. നിങ്ങൾക്ക് ഏതൊക്കെ പേരറിയാം? പാളയം തോടൻ, പാളയം കോടൻ എന്നും തോടൻ എന്നൊക്കെ പറയാട്ടോ. അതുപോലെ പൂവൻ പഴം, പൂവൻ പഴം, പൂവൻ, ഇങ്ങനെ ഒത്തിരി ഉണ്ട് അല്ലേ? അപ്പോൾ ഞങ്ങൾ പല തരക്കാരൻ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പേരുകൾ. ഇങ്ങനെയൊക്കെ ആണ് ഞങ്ങളുടെ പേരുകൾ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പേരുകൾ. ഞങ്ങളുടെ പേരുകൾ. ഇപ്പോൾ 2 കാര്യങ്ങൾ എഴുതി. ഞാൻ വാഴ എഴുതിയിട്ട് എന്തെഴുതി? ഞങ്ങൾ പലതരക്കാരുണ്ട്. ഏത്തൻ, പാളയംകോടൻ, പൂവൻ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പേരുകൾ. ഇനിയും എഴുതാം. റോബസ്റ്റ, കദളി, ഇതൊക്കെ എഴുതാം അല്ലേ? സദ്യ വിളമ്പാനും പിന്നെ എന്താണ്? അട ചുടാൻ, സദ്യ വിളമ്പാൻ, അട ചുടാൻ, അട ചുടാൻ എന്ത് വേണം? വാഴയില വേണം. വാഴയില വേണം. വാഴയില വേണം. വേറെ നമുക്ക് എന്തെഴുതാം? കുടയില്ലാത്തവർ എന്ത് ചെയ്യും? മഴയത്ത് വാഴയില ചൂടാറുണ്ട്. കുടയില്ലാത്തവർ എന്ത് ചെയ്യും? മഴ പെയ്യുമ്പോൾ കുടയില്ലാത്തവർ എന്ത് ചെയ്യും? കുടയായി വാഴയില ചൂടും. കുടയില്ലാത്തവർ എന്ത് ചെയ്യും? കുടയില്ലാത്തവർ കുടയായി എന്താ ചെയ്യുക? കുടയായിട്ട് എന്താ ചൂടുന്നേ? വാഴയില ചൂടും. കുടയായി വാഴയില ചൂടും.
പിന്നെ വേറെ എന്ത് ചെയ്യാം നമുക്ക്? ഈ വാഴയിലുള്ള വാഴക്കൂമ്പും വാഴക്കായും പിന്നെ വാഴപ്പിണ്ടിയൊക്കെ എന്ത് ചെയ്യാം? കറി വെക്കാൻ ഉപയോഗിക്കാം. പിന്നെ വാഴപ്പഴം എന്താ? വാഴപ്പഴം പോഷകമാണ്. വാഴപ്പഴം എന്താ? വാഴപ്പഴം പോഷക ഗുണമുള്ളതാണ്. വാഴപ്പഴം പോഷക ഗുണമുള്ളതാണ്. ഇപ്പൊ എന്തിനെ കുറിച്ചാണോ തരുന്നത് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഇലകളെ കുറിച്ചാണെങ്കിൽ ഓരോ ഇലകളും എന്തിനാണെന്ന് എഴുതാം. പിന്നെ അതുപോലെ നമ്മൾ മാല ഉണ്ടാക്കാൻ വാഴനാര് വേണ്ടേ? മാല കെട്ടാൻ വാഴനാര് വേണം. പിന്നെ അതിന്റെ കായ് ഉപയോഗിച്ച് ഉപ്പേരിയും ശർക്കര പുരട്ടിയൊക്കെ ഉണ്ടാക്കത്തില്ലേ? ഇതൊക്കെ എന്ത് ചെയ്യാം? സദ്യയൊക്കെ ഉണ്ടാക്കുന്ന ശർക്കരയും ഉപ്പേരിയും എന്നിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, വാഴയിൽ നിന്ന്, വാഴപ്പഴത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇവിടെ വാഴയെക്കുറിച്ച് വിവരണം എഴുതിയതാണ്. വാഴ, ഞങ്ങൾ പലതരക്കാരുണ്ട്, ഏത്തൻ, പാളയംകോടൻ, പൂവൻ, കദളി, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പേരുകൾ. സദ്യ വിളമ്പാൻ അട ചുടാൻ വാഴയില വേണം. കുടയില്ലാത്തവർ കുടയായി വാഴയില ചൂടും. വാഴപ്പഴം പോഷക ഗുണമുള്ളതാണ്. ടീച്ചറുടെ 5 സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഇനിയും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സെന്റൻസുകൾ ചേർക്കാം. ആണല്ലോ? മനസ്സിലായോ? അപ്പൊ ഇതുപോലെ എഴുതാൻ മനസ്സിലായല്ലോ? മനസ്സിലായി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത് വന്ന ചോദ്യമാണ് ഇലകൾ എന്തിനൊക്കെ. രണ്ടാമത് വന്ന ചോദ്യമാണ് ഇലകൾ എന്തിനൊക്കെ. ഇലകൾ എന്തിനൊക്കെ? അനാമിക ശേഖരിച്ച ഇലകൾ നോക്കൂ. അനാമിക എന്തൊക്കെ ഇലകൾ ശേഖരിച്ചു? ചീരയില, തുളസിയില, മുരിങ്ങയില, വാഴയില, തെങ്ങോല, തുമ്പയില, പ്ലാവില, കറ്റാർ വാഴയില, തകരയില, പനയോല, കുമ്പളമില, കുറുന്തോട്ടിയില, ഇങ്ങനെ ഒത്തിരി ഇലകളുണ്ട്. ഇതിലിവിടെ ആഹാരത്തിന് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേറെ എന്തിനൊക്കെ ഉപയോഗിക്കാം? തുളസി എന്തിനാണ് ഉപയോഗിക്കുക? തുളസി ഇവിടെ ആഹാരത്തിന് വേണ്ട നമുക്ക് എഴുതാം. തുളസി എന്തിനാ ഉപയോഗിക്കുക? ഔഷധത്തിന് ഉപയോഗിക്കും. തുളസി എന്തിനാ ഉപയോഗിക്കുക? ഔഷധം. ഔഷധത്തിന് എന്ത് ഉപയോഗിക്കും? തുളസി ഉപയോഗിക്കും അല്ലേ? അപ്പോ ആഹാരത്തിന്, ഔഷധത്തിന്. വേറെ എന്തിനു ഉപയോഗിക്കാം നമുക്ക്? മണം, രുചിക്കും മണത്തിന് ഉപയോഗിച്ചൂടെ? രുചിക്കും മണത്തിനും ഉപയോഗിക്കാം. രുചിക്കും മണത്തിനും എന്ത് ചെയ്യാം? നമുക്ക് ഇല ഉപയോഗിക്കാം. രുചിക്കും മണത്തിനും. വേറെ എന്തിനു ഇല ഉപയോഗിക്കാം? സാധനങ്ങൾ പൊതിയാൻ, സാധനങ്ങൾ ഉണ്ടാക്കാൻ, എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട്. ഇപ്പോ എന്താണ്? ഇലയുടെ ഉണ്ടാക്കത്തില്ല, ഇലയുടെ ഉണ്ടാക്കാൻ ഇല വേണ്ടേ? അങ്ങനെ സാധനങ്ങൾ, കളിപ്പാട്ടം ഉണ്ടാക്കാൻ ഇലകൾ ഉപയോഗിച്ച് കളിപ്പാട്ടം ഉണ്ടാക്കത്തില്ലേ? അതെ, ഉണ്ടാക്കാം. അപ്പൊ സാധനങ്ങൾ നിർമ്മിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഇലകൾ ഉണ്ടാക്കാം. ഇലകൾ വേണം. അപ്പോൾ ഇത് നിങ്ങളുടെ എന്തൊക്കെയാണോ ഇലകൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ അതാണ് ഇവിടെ എഴുതുക. ഔഷധത്തിന്, ആഹാരത്തിന്, രുചിക്കും മണത്തിനും, സാധനങ്ങൾ പൊതിയാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ, ഇതിനൊക്കെ ഉപയോഗിക്കാം. ഇനി ഔഷധത്തിന് എന്തൊക്കെ ഉപയോഗിക്കാം? ചീരയില എന്തിലാ വരിക? ചീരയില, ആദ്യത്തെ ചീരയില എന്തിലാ വരിക? ആഹാരത്തിന്. ഒന്നാമത്തത് എന്താണ്? ചീരയില. ചീരയില എവിടെയാ വരിക? ആഹാരത്തിന്. തുളസിയില എവിടെയാ വരിക? ഔഷധത്തിന്. മുരിങ്ങയില എന്തിനാ ഉപയോഗിക്കുന്നത്? മുരിങ്ങയില ആഹാരത്തിന്. മുരിങ്ങയില. ഓക്കെ. മൂന്നാമത് വരുന്നത് എന്താണ്? വാഴയില. വാഴയില എന്തിനാ? സാധനങ്ങൾ പൊതിയാൻ. എന്താണ്? സാധനങ്ങൾ പൊതിയാനാണ് വാഴയില. ഓക്കെ. തെങ്ങോല എന്തിനാ ഉപയോഗിക്കുന്നത്? തെങ്ങോലയും അതുപോലെ തന്നെ സാധനങ്ങൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഓല ഉപയോഗിച്ച് എന്തുണ്ടാക്കും? മേൽക്കൂര ഉണ്ടാക്കത്തില്ല, മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തെങ്ങോല നമുക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ, ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട്, സാധനങ്ങൾ പൊതിയാനും സാധനങ്ങൾ നിർമ്മിക്കാനൊക്കെ എന്ത് ചെയ്യാം? തെങ്ങോല ഉപയോഗിക്കാം. തുമ്പയില എന്തിലാ വരുന്നേ? തുമ്പയില എവിടെയാ വരിക? ഔഷധത്തിന് വരും തുമ്പയില. അതുപോലെ പ്ലാവിലയും എന്ത് ചെയ്യാം? ഇവിടെ സാധനങ്ങൾ നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കാം. തകരയില, പനയോല, കുമ്പളമില, കുറുന്തോട്ടിയില, ഇങ്ങനെ ഒത്തിരി ഇലകളുണ്ട്. അതെന്ത് ചെയ്യാം? ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇതുപോലെ നമുക്ക് തരംതിരിക്കാം. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ചോദ്യം മനസ്സിലായല്ലോ? ഇതിൽ നിന്നും ഞാൻ കണ്ടെത്തിയത് എന്താണ്? ഇലകൾ എന്താണ്? ഓരോ ആവശ്യത്തിനും ആയി ഓരോ ഇലകൾ എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാം. പലതരം ആവശ്യങ്ങൾ നിറവേറ്റാനായി ഓരോ ഇലകളെയും നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. മൂന്നാമത് ചോദിച്ച ചോദ്യമാണ് സംഖ്യകൾ കണ്ടെത്തി ക്രമത്തിലാക്കൂ. സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് 3 അക്ക സംഖ്യകൾ രൂപീകരിക്കൂ. അപ്പൊ അനാമികയ്ക്ക് 3 സംഖ്യാ കാർഡുകൾ കിട്ടി. 135. അപ്പൊ എങ്ങനെ എഴുതി? 135. അപ്പൊ ശ്രീഹരിയുടെ സംഖ്യ എങ്ങനെയായിരിക്കും? 348. അപ്പൊ എങ്ങനെ വരും? 348. ഇതിൽ തന്നെയുണ്ട്, അവിടെ നോക്കിയേ,
348. ഓക്കെ, അതാണ് ശ്രീഹരി നിർമ്മിച്ച സംഖ്യ. 300ഉം 40ഉം 8ഉം എന്താ 348. ദിയയുടെ എങ്ങനെയാ വരിക? 420. അപ്പൊ എന്ത് വരും? 400ഉം 20യും ചേരുമ്പോൾ 420. മേരി എങ്ങനെയാണ്? 103. 10 ഉണ്ടോ? 10ന്റെ സ്ഥലത്തൊന്നും ഇല്ല. അപ്പൊ അവിടെ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. 103. സുഹൈൽ എങ്ങനെയാണ്? 262. നമ്മൾ പറയുമ്പോൾ വരുന്ന അത് തന്നെ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. 262. ഓക്കെ, ഇവിടെ 135. 348. 420. 130. 130. 262. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഇവിടെ നോക്കിയേ, 135, 348, 420, 103, 262. ഇതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. അപ്പൊ എങ്ങനെ എഴുതുക? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എങ്ങനെ എഴുതുക? ഈ സംഖ്യകൾ നമുക്കറിയാം അല്ലേ? സംഖ്യകൾ ഏതൊക്കെയാണ്? 135, 348, 420, 103, 262. ഇതിൽ ആദ്യം വരുന്ന പൊസിഷനിൽ വരുന്നത് നോക്കുക. ഏതാണ്? 1, 3, 4, 1, 2. അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? 1ൽ തുടങ്ങുന്ന രണ്ട് സംഖ്യകളുണ്ട്. ഏതൊക്കെയാണ്? 135, 103. അപ്പൊ ഒന്നാമത്തെ സംഖ്യ സെയിം ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ നോക്കാം. 3 ആണോ 0 ആണോ ചെറുത്? 3 or 0? 0. അപ്പോൾ ആദ്യം എന്താ എഴുതാനുള്ളത്? 103. ആദ്യം എഴുതാനുള്ളത് 103. അടുത്തേത് എഴുതുള്ള 135. അപ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ട് നമ്പേഴ്സ് നമ്മൾ എഴുതി. 1ൽ സ്റ്റാർട്ട് ചെയ്ത രണ്ട് നമ്പേഴ്സ് എന്താണ്? ചെറുതും വലുതും ക്രമീകരിച്ച് എഴുതി. അപ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്ത രണ്ട് നമ്പേഴ്സ് നമ്മൾ മാറ്റി. ഇനി 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഏതാണ്? ഈ നമ്പറാണ് 262. അത് എഴുതുക, 262. ഇനി 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ നമ്പറില്ല, 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ട്, അത് എഴുതുക, 348. ഇനി 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറില്ല, 4ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ 420. അപ്പോൾ ഒരുപോലെ വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ മാറ്റി എഴുതിയിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ നോക്കുക, 100ന്റെ പൊസിഷൻ നോക്കുക, 10ന്റെ പൊസിഷൻ നോക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വലുതും ചെറുതും കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിച്ചത് മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ക്ലിയർ ആയിട്ട് ചെയ്യുമല്ലോ? യെസ്. അതിന് താഴെ വന്ന ചോദ്യമാണ്, സംഖ്യാ കാർഡുകൾ പ്രത്യേക ക്രമത്തിലാണ് വച്ചിരിക്കുന്നത്, തുടർന്നുള്ളവ ക്രമീകരിക്കൂ. എങ്ങനെയാ വച്ചിട്ടുള്ളത്? 100, 200, 300. അപ്പോൾ അടുത്ത് എന്തായിരിക്കും വരിക? 100, 200, 300, 400, 400. അടുത്ത് എന്തായിരിക്കും വരിക? 400 കഴിഞ്ഞാൽ 500, 500. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ക്രമീകരണത്തിൽ വച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ക്രമീകരിക്കണം. 100, 200, 300, 400, 500. ഇവിടെ നോക്കിയേ, 103. അടുത്തൊരു നമ്പർ നൽകിയിട്ടില്ല. 107, 109. 7 കഴിഞ്ഞ് അടുത്ത നമ്പർ എഴുതിയിട്ടില്ല, 8 എഴുതിയിട്ടില്ല. എന്ത് എഴുതിയിരിക്കുന്നു? 9. ഇവിടെ 3 എഴുതിയിട്ടുണ്ട്, 4 എഴുതണ്ട, 5 എഴുതുക, 105. മനസ്സിലായല്ലോ? 103 എഴുതിയിട്ടുണ്ട്, 4 എഴുതുന്നില്ല, 105 എഴുതുന്നു. 106 എഴുതിയിട്ടില്ല, 107 എഴുതുന്നു. 108 എഴുതിയിട്ടില്ല, 109 എഴുതുന്നു. 110 എഴുതുന്നില്ല, എന്ത് എഴുതണം? 111. മനസ്സിലായോ? ഇതുപോലെ സ്വന്തമായിട്ടൊരു പാറ്റേൺ തയ്യാറാക്കൂ. എന്ത് നമുക്ക് തയ്യാറാക്കാം? സ്വന്തമായിട്ടൊരു പാറ്റേൺ എങ്ങനെ തയ്യാറാക്കാം? 100 എഴുതാം, 150, 200, 250, 300, 350 ഇങ്ങനെ എഴുതാം. അതുപോലെ വേറെ എന്ത് എഴുതാം? 110, 120, 130, 140, 150 ഇങ്ങനെ എഴുതാം. ഇനി അല്ല നമുക്ക് വേറെ എങ്ങനെ എഴുതാം? 400, 300, 200, 100 ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വലുതിൽ നിന്ന് ചെറുതിലേക്കും എഴുതാം. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ടൊരു പാറ്റേൺ തയ്യാറാക്കാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇവിടെ 50 കൂട്ടി പോയി. 100, 150, 200, 250, 300, 350. ഓക്കെ,
ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ്, മനസ്സിലായി. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നാലാമത്തെ പ്രവർത്തനം എന്താണ് ചോദിച്ചത് നോക്കാം. നാലാമത്തെ പ്രവർത്തനം, കുഞ്ഞനണ്ണാന്റെ പിറന്നാൾ ആഘോഷത്തിനെത്തിയ കൂട്ടുകാരുടെ ചിത്രം നോക്കൂ. കുഞ്ഞനണ്ണാന്റെ പിറന്നാൾ ആഘോഷത്തിനെത്തിയ കൂട്ടുകാരുടെ ചിത്രം നോക്കൂ. കണ്ടോ? കൂട്ടുകാരെ കണ്ടോ? ആരൊക്കെയുണ്ട്? പൂമ്പാറ്റയുണ്ട്, തത്തയുണ്ട്, കുരുവി, മാൻ, മുയൽ, ഇവരൊക്കെയുണ്ട്. അണ്ണാൻ ഓരോരുത്തരെയും പാട്ടുപാടി സ്വീകരിച്ചു. കുഞ്ഞനണ്ണാൻ ഓരോരുത്തരെയും എന്ത് ചെയ്തു? കുഞ്ഞനണ്ണനെ കണ്ടോ? പാട്ടുപാടി സ്വീകരിച്ചു. ബാക്കി വരികൾ കൂട്ടിച്ചേർക്കൂ. അപ്പൊ പൂമ്പാറ്റയാണ് ആദ്യം കുഞ്ഞനണ്ണാൻ സ്വീകരിച്ചത്. എങ്ങനെയാണ്? പുള്ളിച്ചിറകുള്ള പൂമ്പാറ്റ, വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റ, പൂന്തേനുണ്ണാൻ വന്നാട്ടെ, പാറിപ്പറന്നു വന്നാട്ടെ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് ഇവിടെ നിന്ന് കണ്ടെത്തി എഴുതാം. ഇവിടെ നോക്കിയേ, മുയലുണ്ട്, മാനുണ്ട്, തത്തയുണ്ട്, കുരുവിയുണ്ട്. ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് കണ്ടോ? ക്യാരറ്റ് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ഇതാ ഇവിടെ നോക്കി മാമ്പഴമുണ്ട്. ഇതപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു 4 വരി എഴുതാം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. പൂമാലയുണ്ട്, പൂക്കളുണ്ട്, പഴങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ടൊരു 4 വരി എഴുതണം. എന്തൊക്കെ നമുക്ക് എഴുതണം? പുള്ളിച്ചിറകുള്ള പൂമ്പാറ്റ, വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റ. അപ്പൊ അതേ താളത്തിൽ എഴുതണം. നമുക്കിവിടെ തത്തയെക്കുറിച്ച് എഴുതാം. എന്തെഴുതാം? തത്തയുടെ നിറം പച്ചയാണല്ലോ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. പച്ച നിറമുള്ള തത്തമ്മേ. അപ്പൊ ഒരേ താളത്തിൽ വന്നില്ലേ? നോക്കിയേ, പുള്ളിച്ചിറകുള്ള പൂമ്പാറ്റ, പച്ച നിറമുള്ള തത്തമ്മേ. അതുപോലെ എന്താണ് അടുത്ത വരിയുടെ താളത്തിൽ? വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റ. അതിനെന്തെഴുതാം നമുക്ക്? പച്ച നിറമുള്ള തത്തമ്മേ, കാണാനഴകുള്ള തത്തമ്മേ, കാണാനഴകുള്ള തത്തമ്മേ, പൂന്തേനുണ്ണാൻ വന്നാട്ടെ. താഴെ മാമ്പഴം ഇല്ലായിരുന്നോ? മാമ്പഴം. തത്തയ്ക്ക് മാമ്പഴം നല്ല ഇഷ്ടമാണല്ലോ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മാമ്പഴം എടുക്കാം. മാമ്പഴം ഉണ്ണാൻ വന്നാട്ടെ, പാറിപ്പറന്നു വന്നാട്ടെ, പാറിപ്പറന്നു വന്നാട്ടെ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ ഇവിടെ നൽകിയിരിക്കുന്ന ചിത്രം നോക്കുക. ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യുക? ശരിയായിട്ടുള്ള എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. അതൊക്കെ ചേർത്ത് ഇതേ ഒന്നാമത്തെ നൽകിയിരിക്കുന്നതിന്റെ അതേ താളത്തിൽ എന്ത് ചെയ്യണം? വരികൾ കൂട്ടിച്ചേർക്കണം. പച്ച നിറമുള്ള തത്തമ്മേ, കാണാനഴകുള്ള തത്തമ്മേ, മാമ്പഴമുണ്ണാൻ വന്നാട്ടെ, പാറിപ്പറന്നു വന്നാട്ടെ. ഇതെങ്ങനെ വായിക്കാം? പുള്ളിച്ചിറകുള്ള പൂമ്പാറ്റ, വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റ, പൂന്തേനുണ്ണാൻ വന്നാട്ടെ, പാറിപ്പറന്നു വന്നാട്ടെ. അപ്പൊ അതേ താളത്തിൽ നമ്മൾ എഴുതി. ഓക്കെ, ചിത്രം നല്ലതുപോലെ നോക്കി വേണം അത് ചെയ്യാൻ കേട്ടോ. പ്രവർത്തനം 5, അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം. അഞ്ചാമത്തെ പ്രവർത്തനത്തിലൂടെ ഒരു കലണ്ടറാണ്. ശ്രീഹരിയുടെ പിറന്നാൾ ഡിസംബർ 11-ാം തീയതിയാണ്. പിറന്നാൾ ഏത് ദിവസമാണ്? ഇത് ഡിസംബർ കലണ്ടറാണ്. ഡിസംബർ 11. ഡിസംബർ 11 ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഡിസംബർ 11 ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 11 ഏത് ദിവസമാണ്? ഇവിടെ നിന്ന് നമ്മൾ നോക്കുക. ഡിസംബർ 11 ഏത് ദിവസമാ? ഏതാ ദിവസം? ഏതായിരുന്നു? ഡിസംബർ 11 ഏതാ ദിവസം? ഇങ്ങോട്ട് നോക്കി, ഏതാ ദിവസം? ചൊവ്വ, ട്യൂസ്ഡേ. അപ്പൊ എന്താ ഇവിടെ എഴുതാനുള്ളത്? ചൊവ്വ, ട്യൂസ്ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ എന്താ എഴുതണം? ഡിസംബർ 11 എന്തായിരുന്നു? ട്യൂസ്ഡേ, ചൊവ്വ. ഓക്കെ, ഡിസംബർ മാസത്തിലെ ഞായറാഴ്ചകൾ ഏതൊക്കെ തീയതികളിലാണ്? ഡിസംബർ മാസമാണിത്. ഞായറാഴ്ചകൾ കണ്ടോ? ഞായറാഴ്ചകൾ കണ്ടോ? ഇതാണ് ഞായറാഴ്ചകൾ. ഏതൊക്കെ ദിവസങ്ങളാണ്? ഏതൊക്കെ തീയതിയാണ്? 2-ാം തീയതി ഞായറാഴ്ചയാണ്. ഞായർ താഴെ നോക്കിയാൽ മതി. ഞായർ ഏതൊക്കെ ദിവസങ്ങളിലാണ്? 2-ാം തീയതി, 9-ാം തീയതി. അപ്പൊ 9-ാം തീയതി എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം, 9-ാം തീയതി. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഇതാണ് ഞായർ. അപ്പൊ ഞായറാഴ്ച ഏതൊക്കെ തീയതിയിലുണ്ട്? 30, 2, 9, 16, 23. ഇത് നിങ്ങളിവിടെ എഴുതിയാൽ മതി. 2, 9,
16, 23, 30. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? യെസ്. അടുത്ത ചോദ്യം വരുന്നത് അതില് 2019 ജനുവരി 1 പുതുവർഷ ദിനം ഏത് ദിവസമായിരിക്കും? അപ്പൊ ഡിസംബർ കഴിഞ്ഞാൽ എന്താണ്? ഡിസംബർ കഴിഞ്ഞാൽ ജാനുവരിയാണ്. അപ്പൊ ജാനുവരി 1 ഏത് ദിവസം? ഡിസംബർ 31 തിങ്കളാണെങ്കിൽ അടുത്ത 1-ാം തീയതിയിലേ വരിക. ഡിസംബറിൽ 31 ദിവസമല്ലേ ഉള്ളോ? ഡിസംബർ 31 ഏത് ദിവസാ? തിങ്കൾ. അപ്പോ ചൊവ്വ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജാനുവരി 1. ഇവിടെയായിരിക്കും ജാനുവരി 1 വരിക. കാരണം 31 കഴിഞ്ഞാൽ 1. 29 കഴിഞ്ഞ് നേരെ എവിടെ പോകും കലണ്ടറിൽ? 20 ഇവിടെ കഴിഞ്ഞ് ഏറ്റവും താഴത്തെ കോളം കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ കോളത്തിലാണ് ബാക്കി എഴുതുക. അതുണ്ടോന്ന് നോക്കുക കേട്ടോ. അപ്പൊ 29 കഴിഞ്ഞ് 30, 31. അടുത്ത് 1 ആണ്. 1 ആണ് ജനുവരി 1. അതെവിടെ വരും? ചൊവ്വ. അപ്പൊ ഏത് ദിവസം നമുക്ക് എഴുതാം? ഏത് ദിവസം വരിക? ചൊവ്വ. അപ്പൊ 2019 ജനുവരി 1 പുതുവർഷ ദിനം ഏത് ദിവസമാണ്? ചൊവ്വ. ട്യൂസ്ഡേ, ചൊവ്വ. ഓക്കെ, മനസ്സിലായോ? ആദ്യത്തെ 6 മാസങ്ങളുടെ പേരെഴുതുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തെ 6 മാസങ്ങളുടെ പേരെഴുതുക. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ? 6 മാസം ആദ്യത്തെ മാസങ്ങൾ അറിയായിരിക്കുമല്ലോ. ജനുവരി, അതിനെങ്ങനെ പറയാ? JANUARY, ജനുവരി. രണ്ടാമത് ഏതാ? ഫെബ്രുവരി. മൂന്നാമത് എന്താണ്? ജനുവരി, ഫെബ്രുവരി. മൂന്നെന്താണ്? മാർച്ച്. മൂന്നാമത്തത് മാർച്ച്. നാലാമത്തെ ഏതാണ്? ഏപ്രിൽ. അഞ്ചേതാണ്? മെയ്. MEAY, മെയ്. ആറാമത് ഏതാണ്? JUNE, ജൂൺ. ഏതാണ്? ജൂൺ. ഓക്കെ, ഇപ്പൊ 6 മാസം. അടുത്ത ജൂൺ കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എത്ര മാസങ്ങൾ പഠിച്ചു? 6 മാസം. ജനുവരി, JANU, ജനുവരി. ഫെബ്രുവരി എങ്ങനെ എഴുതുക? FEBRU, എന്നിട്ട് ARY ചേർക്കാം. ഫെബ്രുവരി. MARCH, മാർച്ച്. APRIL, ഏപ്രിൽ. MEAY, മെയ്. JUNE, ജൂൺ. അപ്പൊ ആദ്യത്തെ 6 മാസങ്ങളുടെ പേരെഴുതുക എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. 5ാമത്തെ പ്രവർത്തനം. 5 പ്രവർത്തനങ്ങളും ഈസി ആയിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു കലണ്ടറിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ പറഞ്ഞാലും സംഖ്യാ കാർഡ് വെച്ച് 3 സംഖ്യകൾ ഉണ്ടാക്കുക. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. വലുതെന്ന് ചെറുതിലേക്ക് എഴുതുക, സ്വന്തമായിട്ട് ക്രമീകരിക്കുക, സ്വന്തമായിട്ട് കാർഡുകൾ പാറ്റേൺ നിർമ്മിക്കുക. ഇതൊക്കെ മനസ്സിലായല്ലോ. ഇലകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലകളുടെ ഉപയോഗം ആഹാരത്തിന് ഉപയോഗിക്കാം, ഔഷധത്തിന് ഉപയോഗിക്കാം, രുചിക്കും മണത്തിനായിട്ട് ഉപയോഗിക്കാം, സാധനങ്ങൾ നിർമ്മിക്കാനും പൊതിയാനും ഉപയോഗിക്കാം. ഇതാണ് ആദ്യം വന്നത്. വിവരണം എഴുതുക. മനസ്സിലായല്ലോ. നമുക്ക് നൽകിയിരിക്കുന്നതിനെ കുറിച്ച് വിവരണം എഴുതുക. അപ്പോൾ ഈസി അല്ലേ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുമല്ലോ. യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Okay, children, bye-bye. Thank you.